വാട്ട് ഈസ് ഗ്രൗണ്ട് സ്കൂൾ? എനിക്ക് ഇങ്ങനത്തെ മെസ്സേജസ് വരുന്ന സമയത്താണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. മോസ്റ്റ് പീപ്പിൾ തിങ്ക് പൈലറ്റ് ട്രെയിനിങ് ഇസ് ജസ്റ്റ് അബൌട്ട് ഫ്ലൈയിങ് പ്ലെയിൻസ്. But trust me, flying is not just about holding the controls, it's also about knowing exactly what you are doing and why. Hi, this is Begum and welcome back to the episode 7 of the 5 Feet Pilot series. അപ്പോൾ എന്താണ് ഗ്രൗണ്ട് സ്കൂൾ? ഇറ്റ്സ് ദ ക്ലാസ് റൂം പാർട്ട് ഓഫ് പൈലറ്റ് ട്രെയിനിങ്. അതായത് വൈ എ പ്ലെയിൻ ഫ്ലൈസ്, ഹൗ വെദർ എഫക്ട്സ് ഇറ്റ്, വാട്ട് റൂൾസ് വി മസ്റ്റ് ഫോളോ, ഇങ്ങനെയുള്ള എല്ലാ തിയറി കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നത് നമുക്ക് ഗ്രൗണ്ട് സ്കൂളാണ്. ആൻഡ് ഈ തിയറി ഒക്കെ നമ്മളൊരു ഫണ്ടിന് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. ഇറ്റ്സ് ടെസ്റ്റഡ് ത്രൂ ദ DGCA എക്സാംസ്. DGCA അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. DGCA എക്സാംസ് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ CPL ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കിട്ടുള്ളൂ. സോ ബേസിക്കലി നോ എക്സാംസ് നോ ലൈസൻസ്. DGCA എക്സാംസ് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എവിടെയാണ് ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ. ഇഫ് യു ആർ ഡൂയിങ് ഫ്ലൈറ്റ് ട്രെയിനിങ് ഇൻ ഇന്ത്യ, യു ഹാവ് ടു ക്ലിയർ 5 സബ്ജക്ട്സ്. ഓർ ഇനി എബ്രോഡ് ആണ് ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു ക്ലിയർ 3 സബ്ജക്ട്സ്. ഈ എബ്രോഡ് പോയി ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യുന്നവർ എന്തിനാണ് DGCA എക്സാംസ് ക്ലിയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് ഇനി വരും. അവരോടാണ് നിങ്ങൾ തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യൻ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ DGCA എക്സാംസ് ക്ലിയർ ചെയ്തവരായിരിക്കണം. സോ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അതുവരേക്കും ദിസ് ഇസ് ഇറ്റ്സ് മീ വിക്സ് സൈനിങ് ഓഫ്. താങ്ക് യു.